ഡോക്ടർ തന്നെ പറഞ്ഞു ഇത് സോണിയയ്ക്ക് ഇത് അത്ഭുതമാണ്. കാരണം കുഞ്ഞിന് ഒരു പ്രശ്നവും ഇല്ലാതെ മാത്രമല്ല ഒരു കുപ്പി ബ്ലഡ് പോലും ഇയാളുടെ ദേഹത്ത് കയറ്റേണ്ട വന്നിട്ടില്ലെന്ന് പറഞ്ഞു. കാരണം 4 കുപ്പി ബ്ലഡ് അറേഞ്ച് ചെയ്ത് വെച്ച് ഇയാൾക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ. കാരണം എന്നെ വീൽ ചെയറിൽ കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞത്. കാരണം ഓപ്പറേഷൻ തിയേറ്ററിൽ മാത്രമല്ല ബാത്റൂമിൽ പോകണേലും വീൽ ചെയറിൽ തന്നെ ഇയാൾ പോകണമെന്ന് പറഞ്ഞു. ഞാനും അന്നേരം ഞാൻ ഇവരൊക്കെ കാണാതെ ഇടയ്ക്ക് ഇങ്ങനെ എഴുന്നേറ്റ് നടന്നൊക്കെ പോയെന്ന് പറഞ്ഞാലും എന്നോട് പറഞ്ഞു ഇയാളുടെ ശരീരം ഒരു ശകലവും അനങ്ങരുത്, കോംപ്ലിക്കേഷൻ ഉള്ളതാണ്. കാരണം ഇയാൾ പ്ലാസൻ്റെ പ്രീവിയാണ്. കാരണം ഈ ദേഹം അനങ്ങി കഴിഞ്ഞാൽ ബ്ലീഡിങ് ആവും. ബ്ലീഡിങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നിൽക്കത്തില്ല, ഹെവി ബ്ലീഡിങ് ആണെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ എല്ലാം പറഞ്ഞ് എനിക്ക് അന്നേരം എല്ലാം മനസ്സിൽ ഭയങ്കര ധൈര്യമുണ്ട്. കാരണം എനിക്കറിയാം എന്തൊക്കെ പറഞ്ഞാലും അവസാനം എനിക്ക് മാതാവ് എന്നെ കൈവിടത്തില്ല, എൻ്റെ കൂടെ തന്നെ കാണുമെന്ന് എനിക്കറിയാം. ഞാൻ ഓപ്പറേഷന് എനിക്ക് ഓപ്പറേഷൻ പിറ്റേ ദിവസം തലേദിവസം എന്ന് പറഞ്ഞാലും ഞാൻ അന്നേരം എല്ലാം എൻ്റെ മനസ്സുകൊണ്ടെല്ലാം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത്, എല്ലാം നല്ല രീതിയിൽ നടക്കണം. ആ പ്രാർത്ഥനയ്ക്കും ഫലം ഉണ്ടായി. മാതാവ് നവംബർ 21 എനിക്ക് നല്ലൊരു കുഞ്ഞിനെയും തന്നു.